എന്തിനാണ് മുതലാളി ഇങ്ങനെ ഡെയിലി 5-6 ചായ കുടിക്കുന്നത്? എനിക്ക് ആൻസൈറ്റി ആവുന്നു. ഒരുമാതിരി അപവാദം പറഞ്ഞല്ലോ. എന്നെ ആൾക്കാർ കുടിക്കുന്നത് തന്നെ എനർജിയും പ്രൊഡക്ടിവിറ്റിയും ഫോക്കസ് ഒക്കെ കൂടാൻ വേണ്ടിയാണ്. മോനെ, ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടുമെന്ന് പറയുന്ന പോലെ കഫേൻ കൂടുന്തോറും ആൻസൈറ്റി കൂടും. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ച അസിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് കാരണം ചായയല്ലേ, കഫീൻ ഉണ്ടാകാനാണ്. ആരാടാ ഈ അലിൻ ജോസ് പെരേര ഉള്ളിലേക്ക് കടത്തിവിട്ടത്? പറഞ്ഞിട്ടോ കേൾക്കുന്നില്ല. എന്നാ പിന്നെ പാടിയെങ്കിലും കേൾപ്പിക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ്. കഫീൻ അടിപൊളിയാണ്, സെക്സിയാണ്. പിന്നെ കഫീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്കധികം പണിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഫീൻ ആറാടുകയാണ്. ഇത്രയും സ്നേഹമില്ലാത്ത ഒരു മുതലാളി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹേ പ്രഭു, ക്യാ ഹുവാ? മുതലാളിയുടെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കൂടി കാരണം ചായയിലുള്ള ടാനിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ എന്നെ ബൈൻഡ് ചെയ്ത് ഹാർഡ് ആക്കും. അപ്പൊ എനിക്ക് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓക്കെ ആക്കാൻ വൈറ്റമിൻ സി ഉള്ള ഫുഡ് കഴിച്ചാൽ മതി, സെറ്റാണ്. പാൽപേട പോലെ ഇരുന്ന് എന്നെ നീ കേസർ പേട പോലെ ആക്കിയില്ലടാ ദുഷ്ട. ഡെയിലി 2-3 ചായ കുടിക്കുന്നൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിന് ഒരുപാട് കൂടി കഴിഞ്ഞ് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രെയിനേട്ടാ, മുതലാളിയുടെ കൂട്ടുകാരന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ അത്? ഒന്ന് ഓപ്പൺ ചെയ്യൂ. കോപ്പി ദാറ്റ്. അരമണിക്കൂർ മുന്നേ കുടിച്ച ചായ സെറ്റ് ആയിടാവാ. ഒരു ചായ കൂടെ കുടിച്ചിട്ട് വരാം. ആടാ കൊമ്മാലെ.